ഹായ് ഗൈസ്, ഞാൻ ആനന്ദാണ്. കണ്ണൂരാണ് എൻ്റെ സ്ഥലം. കണ്ണൂരാണ് എൻ്റെ നാട്, സ്ഥലമല്ല. ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ്, പക്ഷേ എൻ്റെ നാട് കണ്ണൂരാണ്. എന്താണെന്നറിയില്ല, ഒരു ഇങ്ങനൊരു ചാനൽ തുടങ്ങാനൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഏകദേശം കൊറോണേൻ്റെ ആ ഒരു സമയത്ത് തന്നെ തുടങ്ങിയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും കാണിക്കണം, ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കാണിക്കണം എന്നുള്ളത് അന്നേരം ഉണ്ട്. കൊറോണ സമയത്തേ ഉണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ തന്നെ കാണാം, ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. പക്ഷെ അന്നേരം നമ്മൾ ഷോർട്സ് ഇല്ല, അന്നേരം നമ്മൾ ലോങ് ഫോർമാറ്റ് വീഡിയോസ് തന്നെയായിരുന്നു. ഇപ്പോൾ ആ വീഡിയോ തനിയെ ഷോർട്സ് വന്നപ്പോൾ അത് ഷോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. സോ ബേസിക്കലി ഇന്ന് നവംബർ 4th എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. അതുകൊണ്ട് ഇന്ന് ഒരു നല്ല ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനൊരു ഇത്രയും നാളത്തെ ആഗ്രഹമായിരുന്നു. ഞാൻ കഴിഞ്ഞ 3-4 മാസമായി ഇങ്ങനെ തുടങ്ങണം എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇതുവരെ ക്യാമറ മുന്നിലെടുത്തിട്ടുണ്ട്. ലൈക്ക് ഒരു സിനിമ ഉണ്ടായിരുന്നു, പേര് ഓർമ്മ കിട്ടുന്നില്ല. അതിനു വേണ്ടി ഒരു റിവ്യൂ ചെയ്യേണ്ടിയിട്ട്, റിവ്യൂ കൊടുക്കാൻ, ചെയ്യാനല്ല, റിവ്യൂ കൊടുക്കാൻ. അതിനു വേണ്ടി ഒന്ന് എല്ലാവരെയും നമ്മൾ ഫാമിലി മൊത്തം ഇങ്ങനെ ചെയ്തായിരുന്നു. പക്ഷേ എന്നിട്ടൊരു പുഷ് കിട്ടിയില്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു ഞാൻ M.Tech ഗ്രാജുവേറ്റ് ആവാൻ പോകുന്നു നവംബർ 22. അപ്പോൾ അന്നേരം ഞാൻ ജൂലൈയിൽ ഇവാലുവേഷന് പോയപ്പോൾ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയായിരുന്നു. അതിൻ്റെ സാമ്പിൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇടാം. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. എന്താ പറയുക, നല്ലൊരു ഡേ ആയിരുന്നു. കോളേജിലേക്ക് വന്നു. പിന്നെ നമ്മൾ ഡ്യൂ ഫോം കുറച്ച് പണിയുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണുള്ളത്, ഇനി നാളെ പ്രസൻറ്റേഷൻ ഉണ്ട്. കോളേജിലെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കാനുണ്ട്. ഇനി രാത്രിത്തെ പരിപാടി നോക്കാം. ഇതാണ് ഞാൻ പഠിച്ച സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, ഇത് പഠിച്ച ഒരു ഭാഗം എന്ന് പറയാം. KMC ഇതാണ് മണിപ്പാല്. ഇങ്ങനെയാണെന്നുള്ള സ്ഥലം. നല്ല പണിയാണ്. നാളെ ഞാൻ മൈറ്റ് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം മനസ്സിലായി, ആ വീഡിയോയിൽ നാളെ പറയുന്നില്ലേ, നാളെ പിന്നെ വന്നില്ല. നാളെ എന്ന് പറഞ്ഞ ദിവസം വീഡിയോ എടുത്തില്ലേനു. ബാക്ക് ടു വീഡിയോ. സോ അങ്ങനെ കുറച്ച് ലൈക്ക് അന്നേരം പിന്നെ എങ്ങനെ ഇത് കമ്പൈൽ ചെയ്ത് വരുന്നുള്ളൊരു ചിന്തയായിരുന്നു. ഞാൻ കുറേ ഷോർട്സ് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ അത് വിചാരിച്ച പോലെ എടുക്കാൻ പറ്റീനോ എന്ന് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. സോ അങ്ങനെ അത് വന്നില്ല. ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ തുടങ്ങാല്ലേ. എല്ലാം നല്ലതിന് വേണ്ടി തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാം നടക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടിയാണ്. ഇന്നലെ നവംബർ 3, അത് ഷസാമിൻ്റെ നമ്മളെ കോൾ മീ ഷസാം, ഷാസിക്ക, പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ജേർണി തുടങ്ങിയിട്ട് 5 കൊല്ലമായി. അങ്ങനെ പിന്നെ കാർത്തിക് സൂര്യ, അവർ തുടങ്ങിയിട്ട് 8 കൊല്ലമായി. ഇതൊക്കെ കാണുമ്പോൾ ജൂൺ ജൂലൈ മാസത്തിലാണ് ഷസാമിൻ്റെ ഏട്ടൻ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ. തുടങ്ങിയതല്ല, വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട്.
അന്നേരവും എനിക്ക് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷമാണ് ഞാൻ മറ്റേ മണിപ്പാലിൽ പോയതിൻ്റെ അടുത്തത്. സോ അങ്ങനെ ഇനി അങ്ങോട്ട് നന്നായി ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു മാസത്തിൽ എന്തായാലും ഒരു 10 വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു ഗോൾ. ഇപ്പോൾ ആരോടും പറയുന്നില്ല, ലൈക്ക് ഇത് വളരുന്ന രീതിയിൽ വളരട്ടെ, അങ്ങനെ. അപ്പോൾ കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വേറെ എന്താ, ഈ വ്ളോഗിലോട്ട് ഞാൻ എൻ്റെ ചാനലിലോട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കണ്ടുവരുന്ന ടെക് റിലേറ്റഡ് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാനെങ്ങനെ ടെക്കിനെ കാണുന്നു, ഞാൻ എന്തൊക്കെ അറിയുന്നു, ഞാൻ അറിയുന്നതെല്ലാം ശാസിക്കാൻ മൊത്തം മറ്റേ ചായ ടെക്കിൽ ഇടാറുണ്ട്. പക്ഷേ എൻ്റെ രീതിയിൽ എന്തൊക്കെയാണ് ഞാൻ കണ്ടുവരുന്നത്, പിന്നെ എൻ്റെ ഡെയിലി ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറ്. ഞാനിപ്പോൾ തൽക്കാലം ജോലിക്ക് വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് കഴിഞ്ഞ മെയ് വരെ എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു നോക്കിയാൽ ഇവിടെ ബാംഗ്ലൂരിൽ. പക്ഷെ എനിക്കത് കണ്ടിന്യൂ ചെറിയ താല്പര്യക്കുറവുണ്ടായിരുന്നു. അതാ പിന്നെ അവിടെ നിന്ന് വിട്ടത്. അങ്ങനെ പിന്നെ ജൂൺ ജൂലൈ അങ്ങനെ കോളേജിൻ്റെ ഇവാലുവേഷനായിട്ട് അങ്ങനെ പോയി. അവിടുത്തെ പേപ്പർ സബ്മിഷനും റിപ്പോർട്ടൊക്കെ ആക്കാനായിട്ട് 2 മാസം അങ്ങനെ പോയി. 1 മാസം, ജൂൺ അങ്ങനെ പോയി. പിന്നെ ജൂലൈയിൽ ഇവാലുവേഷൻ കഴിഞ്ഞ് പിന്നെ അത് അപ്ലൈക്ക് പകുതിയായി. പിന്നെ അന്നേരം തൊട്ടേ ഓരോ കോഴ്സ് ചെയ്യുന്നു, ഓരോ ജോബിന് അപ്ലൈ രാവിലെ തുടങ്ങും. രാവിലെ 7 മണിക്ക് എണീച്ച് 9 മണിയാകുമ്പോൾ ഒന്ന് ഫ്രഷായി, എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ച് അപ്പോൾ തുടങ്ങും. ഒരു 10-12 മണി വരെ ഒറ്റ ഇരുത്താണ് ഇതിനു വേണ്ടി, നമ്മളെ ജോബ് സെർച്ചിന് വേണ്ടി. ഓരോ ലിങ്ക്ഡിനോ നൗക്കറിയോ അങ്ങനെ ഇങ്ങനെ മാറിക്കയറി അങ്ങനെ നോക്കി അപ്ലൈ ചെയ്ത് അങ്ങനെ കുറേ സമയം പോകും. ആപ്ലിക്കേഷൻ തന്നെ സമയം എടുക്കും. ലൈക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട റോൾ തന്നെ എടുത്ത് വരുമ്പോഴേക്ക് സമയമാവും. പിന്നെ ആകെ കൂടെ എന്താ പറയുക, ഈ ATS എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി, നമ്മളെ ജോലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം, അതിലോട്ട് പോവുക ചെയ്യുക. അപ്പോൾ അത് കടക്കാൻ തന്നെ ആദ്യം കുറച്ച് മാസം പാടുപെട്ടിന്. ലൈക്ക് ആദ്യത്തെ ജൂൺ ജൂലൈ ഒന്ന് അപ്ലൈ ചെയ്താൽ കയറലേ ഇല്ല. അപ്പോൾ പിന്നെ റിസ്യൂം മാറ്റി, പിന്നെ ഈ ATS കംപ്ലൈൻ്റ് ആക്കിയപ്പോൾ സെപ്റ്റംബറൊക്കെ ആയപ്പോൾ അറ്റ്ലീസ്റ്റ് പരീക്ഷ എഴുതാനുള്ള സെറ്റപ്പെല്ലാം വന്നു. പരീക്ഷ എഴുതാനുള്ള ആ ഒരു ഇതൊക്കെ വന്നു. സെപ്റ്റംബർ ഒക്ടോബറിൽ കുറേ പരീക്ഷ തന്നെ എഴുതിയായിരുന്നു. പക്ഷേ ഒന്നും ആയില്ല. അങ്ങനെ ഒന്നും ആയില്ല ഇതുവരെ. അപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ ഇതും തുടങ്ങണമെന്ന് നല്ലൊരു ആഗ്രഹമായിരുന്നു. കുറച്ച് നാളായി ഇത് തുടങ്ങണം എന്നിങ്ങനെ വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ഇതൊരു നല്ല തുടക്കത്തിന് വേണ്ടി തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ബി കൺസിസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.